ഐക്യനീക്കത്തിൽ കടുത്ത സംശയം പ്രകടിപ്പിക്കുകയാണ് സുകുമാരൻ നായർ എന്നുള്ളതാണ്. നേരത്തെ തന്നെ ആ ദുസൂചനകൾ അദ്ദേഹം പ്രകടിപ്പിച്ചെങ്കിലും കുറച്ചുകൂടി ആഴത്തിൽ അദ്ദേഹം പരാമർശിച്ചു പോകുന്നുണ്ട്. പത്മ അവാർഡ് നൽകിയ സന്ദർഭം അതിലൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ദുസൂചനയുണ്ട്, അതൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഐക്യ നീക്കവുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകളിലേക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചതിൽ ഉള്ള രാഷ്ട്രീയ നീക്കം കൂടി അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അതേസമയം എടുത്തു പറയേണ്ടത്, ഈ നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യ നീക്കം എന്ന ഒരു കടമ നിർവഹിക്കാൻ താൻ എന്തുകൊണ്ടും പ്രതിജ്ഞാബദ്ധമാണ്. അങ്ങനെ ഒരു നീക്കത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. അതേസമയം എടുത്തു പറയേണ്ടത്, ക്ഷമാപൂർവമായിരുന്നു സുകുമാരൻ നായരുടെ അപ്രതീക്ഷിത നീക്കത്തോടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം എന്ന് ഉള്ളതും. സുകുമാരൻ നായർ ഇന്നല്ലെങ്കിൽ നാളെ ഒരു അനുഭാവപൂർവമായ ഒരു സമീപനം സ്വീകരിക്കും ഇക്കാര്യത്തിൽ എന്നൊരു പ്രതീക്ഷ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താണ് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ഇങ്ങനെ ഒരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് സുകുമാരൻ നായർ ഈ നീക്കങ്ങളെ സംശയത്തോടു കൂടി കാണുന്നത്? വി ഡി സതീശിനെ വീണ്ടും ആക്രമണം ഉണ്ടാവുകയാണ് പെരുന്നയിൽ നിന്നും എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. വി ഡി സതീശിനെ കണക്കിന് ശകാരിക്കുന്നുണ്ട്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ഒരു തരത്തിലൊരു മമത വി ഡി സതീശിനോട് സുകുമാരൻ നായർ പ്രകടിപ്പിക്കുന്നേയില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഡി പ്രമേഷ് കുമാറും രതീഷ് അനിരുദ്ധനും തത്സമയം ചേരുകയാണ്. പ്രമേഷ് ഏട്ടാ, ഈ വാർത്താ സമ്മേളനം നമ്മൾ ഒരുപക്ഷെ വൈകുമെന്നാണ് പ്രതീക്ഷിച്ചത്. വാർത്താ സമ്മേളനമല്ല, മാധ്യമങ്ങളോടുള്ള വെള്ളാപ്പള്ളിയുടെ പ്രതികരണം കരുതലോടുകൂടിയാണ് അദ്ദേഹം നീങ്ങിയത് എന്ന് നമ്മൾ ഇന്നലെ വിലയിരുത്തുകയും ചെയ്തു. ഇതേ സമയത്ത് അതേപോലെയാണ് ഇന്ന് കണ്ടത്. കാരണം വളരെ പക്വതയോടുകൂടി എടുത്തുചാട്ടക്കാരനല്ലാത്ത ഒരു വെള്ളാപ്പള്ളിയാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതിലെടുത്ത് പറയേണ്ടത്, താൻ ക്ഷമാപൂർവ്വം കാത്തിരിക്കുന്നു. അപ്പോഴും അടിവരയിടുന്നത് ഈ നായാടി മുതൽ നസ്രാണി വരെ എന്ന ആ ഐക്യം, അതിലുള്ള തൻ്റെ എന്താണ് ലക്ഷ്യം, തൻ്റെ നിയോഗം അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമുക്ക് വെള്ളാപ്പള്ളിയിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി എന്തായിരിക്കാൻ ലക്ഷ്യം വയ്ക്കുന്നത്? അവിടെ എപ്പോഴും എടുത്തു പറയുന്നുണ്ട്, ഈ ലീഗിനോട് മാത്രമാണ് വിരോധം, ബാക്കിയുള്ള മുസ്ലിം സംഘടനകളോടൊന്നും വിരോധമില്ല എന്ന്. വെള്ളാപ്പള്ളിയുടെ അടുത്ത നീക്കം എന്തായിരിക്കാം? വെള്ളാപ്പള്ളിയുടെ ശരിക്കുമുള്ള ലക്ഷ്യം, യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം ഇപ്പോഴും അദ്ദേഹം നമുക്ക് പലപ്പോഴും അത് പ്രവചിക്കാൻ സാധ്യമല്ല. മറിച്ച് കാരണം അങ്ങനെ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള SNDPയുടെ ആശയത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട BDJS, മകൻ നയിക്കുന്ന BDJS എന്ന രാഷ്ട്രീയ പാർട്ടി, ശരിക്കും നമുക്കറിയാം അന്ന് NDA ആണ്. അത് NDAയുടെ ചെയർമാൻ ശരിക്കും ഇപ്പോഴും തുഷാർ വെള്ളാപ്പള്ളിയാണ്. NDAയുടെ അല്ലെങ്കിൽ BDJS NDAയിൽ ചേർന്ന ആ വർഷം വെള്ളാപ്പള്ളി നടേശൻ തന്നെ, അതായത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ അന്ന് തെരഞ്ഞെടുപ്പിൽ അന്ന് ശരിക്കും NDAക്ക് വേണ്ടി പ്രചാരണത്തിന് ഹെലികോപ്റ്ററിൽ അദ്ദേഹം പ്രചാരണത്തിന് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം BJP സഖ്യകക്ഷി അല്ലെങ്കിൽ NDAക്കും വേണ്ടിയിട്ട്, ആ മുന്നണിക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് പരസ്യമായി അദ്ദേഹം രംഗത്തിറങ്ങിയത്. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി പരസ്യമായി രംഗത്തിറങ്ങിയില്ല. പക്ഷേ BDJS നിന്ന് SNDP യോഗത്തിന് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ എല്ലാ ഒരു മുന്നണിയെയും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം പിൻവാങ്ങുകയാണ് ചെയ്തത്, നമുക്കറിയാം. അപ്പം രാഷ്ട്രീയമായിട്ട് SNDP ആരെയും പിന്തുണയ്ക്കുന്നില്ല എന്ന ഇത് വരുത്തുകയും, പക്ഷേ അതോടൊപ്പം തന്നെ SNDPയുടെ വൈസ് പ്രസിഡന്റാണ് തുഷാർ വെള്ളാപ്പള്ളി. അതെ. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ഒരു ചർച്ചയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു നീക്കം BJPയിലേക്ക് കെട്ടുക ഈ ഒരു പ്രബല സമുദായത്തെ, NSSനെ, അത് ഒരുപക്ഷെ അത് പ്രത്യക്ഷത്തിൽ സാധ്യമല്ലെങ്കിലും അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാഭാവികമായും ഒരു ഗുണഭോക്താവായി മാറുന്നത് BJP അല്ലെങ്കിൽ BDJS എന്ന പാർട്ടിയാണ്. അത് ഒരു പക്ഷേ NSS ഇരുത്തി ചിന്തിച്ചിരിക്കും. കാരണം ഇരുത്തി ചിന്തിച്ചിരിക്കുമ്പോൾ എന്ന് ഞാൻ ചോദിച്ചതിൻ്റെ കാര്യം, അന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സുകുമാരൻ നായർ ഒരു മകനെ പോലെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അതേ സുകുമാരൻ നായരാണ് ഇന്നിപ്പോൾ അത് തിരുത്തുന്നത്. അപ്പോൾ ഇരുത്തി ഒന്ന് ചിന്തിച്ചിരിക്കണം. അതിന് ഈ പറയുന്ന NSSൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം കാരണമായിരിക്കണം. അപ്പോൾ ഈ പത്മയിലടക്കം വലിയ സംശയമുണ്ട്, ഇതൊക്കെ ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് NSSന് ബോധ്യം വരികയാണ്. അതായത് കൈപ്പള്ളി ചോദിച്ചതുപോലെ ഇത് ശരിക്കും ആരെ സഹായിക്കാനാണെന്ന് നമുക്ക് പറയാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ മകൻ നയിക്കുന്ന BDJS NDAയിൽ തുടരുന്നു. NDAയുടെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ തന്നെ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി സംസ്ഥാന സർക്കാരെ നയിക്കുന്ന LDFനും പിണറായി വിജയനും, വ്യക്തിപരമായി പിണറായി വിജയനും അനുകൂലമായി സംസാരിക്കുകയും അടുത്ത തവണയും പിണറായി വിജയൻ ഭരണം തുടരും എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം കേന്ദ്ര ഭരണകക്ഷിയെയും സംസ്ഥാനത്തെ ഭരണ മുന്നണിയെയും അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് വ്യക്തിപരമായി വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്നത്. SNDPക്ക് പക്ഷേ രാഷ്ട്രീയ നിലപാടില്ല. അത് ആ സമയത്ത് ഞങ്ങൾ രാഷ്ട്രീയ നിലപാട് ചർച്ച ചെയ്യും, പക്ഷേ അത് ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയ നിലപാടില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ ചേർന്ന് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള ഹിന്ദു സമുദായ ഐക്യം എന്ന ഒരു സ്റ്റെപ്പ് കൂടെ മറികടന്ന് അദ്ദേഹം നസ്രാണി എന്നുകൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് ഒരു സമുദായം
എക്സ്ക്ലൂഡ് ചെയ്യാണ്, അവരെ മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ആ സമുദായത്തിനെതിരല്ല ഞങ്ങൾ, ലീഗിനെതിരാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ആ സമുദായത്തെ കൂടെ ഇതിനകത്ത് ചേർക്കാത്തത്? അല്ലേ? കേരളീയരുടെ ഒരു ഐക്യം കൂടെ അദ്ദേഹം എന്ന് വരണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ഉന്നം എന്ന് പറയുന്നത് അത് ശരിക്കും NDAയും BJPയും സഹായിക്കാൻ തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകുന്നു. ആ രാഷ്ട്രീയ കെണി NSS മനസ്സിലാക്കി എന്നുള്ളതാണ്. അവിടെ രതീഷ് അനിരുദ്ധൻ ഈ രണ്ട് വള്ളത്തിലും കാലിട്ടുള്ള ഒരു പ്രയോഗം, അതിൽ വെള്ളാപ്പള്ളി നടേശൻ ഈ പറഞ്ഞോടെ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ തുഷാർ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയമായി പ്രത്യക്ഷമായി സാധ്യമാക്കുന്നു. പിന്നീട് CPM-നെ അടക്കം ഭരണകക്ഷിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി അവിടെയും രാഷ്ട്രീയ ലാഭം നേടുകയാണ്. അപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വ്യക്തിയാണെന്ന് പറയുകയാണോ NSS ചെയ്തിരിക്കുന്നത്? കാരണം ഈ പറയുന്ന രീതിയിൽ പല രീതിയിലുള്ള നീക്കങ്ങളിൽ അപകടാവസ്ഥ, ദുസ്സൂചന NSS-ന് ബോധ്യം വരുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഒരു ചരിത്രപരമാണ്. ഞാൻ ചരിത്രപരമെന്ന് പറഞ്ഞത് മുൻപും നമ്മൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കണ്ടു. അതൊരു 8 നാൾ മാത്രമുള്ള ഒരു ആയുസായി ഈ ബാന്ധവം മാറിയിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളിയുടെ കരുതലോടുകൂടിയുള്ള ഇന്നത്തെ പ്രതികരണം കൂടി ചേർത്ത് വായിച്ചാൽ നമുക്ക് എങ്ങനെ ഉൾക്കാഴ്ചയോടുകൂടി ഈ വിഷയത്തെ സമീപിക്കേണ്ടി വരും? അതെനിക്ക് വ്യത്യസ്തമായ ഡി പ്രമേഷ് കുമാർ പറഞ്ഞതിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അഭിപ്രായം എന്നത് ഇത് BJPക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടൊരു പ്ലാറ്റ്ഫോമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് CPM-ന് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടൊരു പ്ലാറ്റ്ഫോമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് എന്ന നിലപാട് സ്വീകരിക്കുകയും 2016 മുതലുള്ള 2021 തിരഞ്ഞെടുപ്പിലും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെല്ലാം വടക്കൻ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും മുസ്ലിം വോട്ട് ബാങ്ക് അതിൻ്റെ ആകെ ഗുണം ലഭിച്ചത് LDF-നായിരുന്നു, CPM-നായിരുന്നു. അതിലൊരു മാറ്റമുണ്ടാകുന്നു എന്ന സ്ഥിതി ഉണ്ടായത് CPM-ൻ്റെ നിലപാടിലാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ വോട്ട് ബേസായി ഈഴ വോട്ട് വല്ലാതെ ചോർന്നു പോകുന്നു എന്നത് സെൻട്രൽ കമ്മിറ്റി അംഗീകരിച്ച പരസ്യപ്പെടുത്തിയ പാർട്ടി രേഖയുടെ ഭാഗമായി തന്നെയുണ്ട്. അപ്പോൾ ആ വിഭാഗങ്ങൾ തിരിച്ചുപിടിക്കണം. പാർട്ടി ഒരു മാറ്റം ആലോചിച്ചു. ആ മാറ്റം എന്നത് ഹൈന്ദവ സംഘടനകളെയും അത്തരം വിഷയങ്ങളെയും കൂടുതലായി അഡ്രസ്സ് ചെയ്യണം. അത് അഡ്രസ്സ് ചെയ്യാത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി എന്ന നിലയിലായിരുന്നു. അതിൻ്റെ തുടർച്ചയായി ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. അതിൻ്റെ ഭാഗമായി വെള്ളാപ്പള്ളി പിക്ചറിലേക്ക് വരുന്നു. വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും CPM-മായി അനുകൂലമായൊരു സമീപനം സ്വീകരിക്കുന്ന നേതാവാണ്. BDJS പ്രഖ്യാപിച്ചത് അദ്ദേഹമാണ്. BDS ശംഖുമുഖത്ത് സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അതിൻ്റെ അധ്യക്ഷനെങ്കിലും അത് NDAയിലാണെങ്കിലും എപ്പോഴും CPM-ന് അല്ലെങ്കിൽ LDF-ന് അല്ലെങ്കിൽ പിണറായി വിജയന് അനുകൂലമായ, മുഖ്യമന്ത്രിക്ക് അനുകൂലമായ സമീപനമാണ് കഴിഞ്ഞ കുറേ കാലമായി വെള്ളാപ്പള്ളി സ്വീകരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ പ്ലാറ്റ്ഫോം ഒരുക്കാനുള്ള ശ്രമമായിരുന്നു. ആ ശ്രമം 1 ശബരിമല സ്വർണ്ണക്കൊള്ള വന്നതോടുകൂടി പരാജയപ്പെട്ടു. 2 NSS-നെ ഒപ്പം കൂട്ടാനുള്ള വലിയൊരു നീക്കം SNDP നടത്തി. അതിപ്പോൾ പരാജയപ്പെടുന്നു. AK ബാലൻ, സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വർഗീയ വികാരം കത്തിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും ഇതിൻ്റെ ഭാഗമായി നടത്തി. അത് തിരുത്തണമെന്ന് പാർട്ടിയെ തിരുത്തുകയും ചെയ്തു. അതായത് ഒരു പുതിയ ഫോർമുല വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചു. നേതാക്കളുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങളുണ്ടായി. SNDP-യുടെ ഭാഗത്തുനിന്ന് അത്തരം പ്രതികരണങ്ങളുണ്ടായി. ലീഗിന് അപ്പുറത്തേക്കുള്ള ഒരു വർഗീയ പരാമർശം വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞത് ഇതൊരു ഈ CPM-ന്റെ അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഒരു തിരക്കഥയെന്ന് കാണുന്നില്ല. പക്ഷേ NSS എന്തുകൊണ്ടാണ് അങ്ങനെ ഒരേപോലെ ഒരു സമീപനം ഈ രണ്ട് കക്ഷികളോടും കാണിക്കാതെ? ഇപ്പോൾ എന്താണ് സർക്കാരിനെ നന്നായിട്ട് രീതിയിൽ പുകഴ്ത്തുന്നുണ്ട്. ശബരിമല വിഷയത്തിലടക്കം സുകുമാരൻ നായർ നന്നായിട്ട് സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടാണ്. പക്ഷേ മറ്റൊരു അപകടാവസ്ഥ സംഘപരിവാറിൻ്റെതായി അവിടെ കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ സമദൂരം എന്ന രീതിയിലേക്ക് അത് പ്രാവർത്തികമാകുന്നുണ്ടോ NSS-ന്റെ ഭാഗത്തു നിന്നും? ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ എന്താണ് നിലപാട് എന്നത് വളരെ പരസ്യമായി വിശദമായി ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. ബംഗാൾ ഗവർണറുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൃത്യമായ മറുപടി പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം PS ശ്രീധരൻപിള്ള വന്നപ്പോൾ ശ്രീധരൻപിള്ളയുമായി മറ്റൊരു തരത്തിലുള്ള വ്യക്തിപരമായ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. അത് BJP-യുമായി പരസ്യമായി അടുക്കുന്നു എന്നൊരു സന്ദേശം NSS ഒരിടത്തും നൽകിയിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, SNDP-യും ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം പുതുതായി ഉണ്ടാകാൻ പോകുന്നതിൻ്റെ ആ ഫോർമുലയിലേക്ക് NSS-നെ വലിച്ചിടുന്നു എന്നൊരു ഫീൽ NSS-നുണ്ടായി. അപ്പോൾ അവിടെ വളരെ പ്രധാനമായി മറന്നത് SNDP ഒരു കെണിയിലേക്ക് ഞങ്ങൾ വരേണ്ടതില്ല എന്നൊരു നിലപാട്. അതേസമയം പ്രതിപക്ഷ VD സതീശനുള്ള നിലപാടിൽ മാറ്റമില്ല. ലീഗിനെ ആക്രമിക്കുന്ന SNDP-യുടെ നിലപാടിനെ അംഗീകരിക്കുന്നുമില്ല. ഈ സഖ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ ഇടപാടിന്റെ ഭാഗമായി NSS മാറി എന്ന് സമുദായ അംഗങ്ങളിൽ വികാരമുണ്ടാക്കും. അങ്ങനെ ഒരു വികാരം ഉണ്ടായി എന്ന് മാത്രമല്ല, നേരത്തെ കൈപ്പള്ളി പറഞ്ഞ പോലെ ആലോചിച്ച് ഇരുത്തി ഉറപ്പിച്ചുള്ളൊരു ചിന്ത NSS നേതൃത്വത്തിൽ ഉണ്ടായി. ഇതൊരു പൊളിറ്റിക്കൽ ഗെയിമാണ്, ഇതൊരു പൊളിറ്റിക്കൽ ഫോർമുലയാണ്, ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്, ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു കളമാണ്. ആ കളത്തിലേക്ക് NSS-നെ കൂടി പിടിച്ചിരുത്തുകയാണോ
എന്ന സന്ദേഹവും സംശയവും അത്തരം വിശ്വാസം ഒരു കാര്യം നമുക്ക് ആ വിഷയത്തിലേക്ക് പോകുന്നത് ഈ സതീശനോടുള്ള ഇത്ര അധികം അമർഷം എന്തുകൊണ്ടാണ് NS ജനറൽ സെക്രട്ടറിക്ക്? അത് സാധാരണയാണെങ്കിൽ നമുക്കറിയാം ചരിത്രത്തിലൊക്കെ ഇങ്ങനെയുള്ള യോജിപ്പും വിയോജിപ്പും ഒക്കെ സമുദായങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നീട് പരിഹരിക്കപ്പെടും, ഒരു കൂടിക്കാഴ്ചയൊക്കെ മാറാറാണ് പതിവ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഈ സതീശനോടുള്ള ഈ അമർഷത്തിന്റെ ഇമ്പാക്ട് എന്തായിരിക്കാം പ്രവേശ്? അത് വ്യക്തിപരമാണ്. ഒന്ന് സതീശൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യ പ്രസ്താവന ഇവിടെ പബ്ലിക് പ്ലാറ്റ്ഫോമിലെല്ലാം ഉണ്ടല്ലോ, നമുക്കെല്ലാം അറിയാം. പിന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ നേതാക്കൾ അവിടെ തന്നെ ഇറങ്ങരുത് എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കണ്ടു. എന്ന് മാത്രമല്ല, കഴിഞ്ഞ മന്ത്രിസഭയിൽ, അതായത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 2011 സതീശനെ ഒഴിവാക്കപ്പെട്ടതിൽ NSSന് പങ്കിനെ കുറിച്ചും സതീശൻ അറിയാം. അപ്പോൾ സതീശനും ആ ഒരു ഗ്രഡ്ജ് മനസ്സിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വ്യക്തിപരമായ പരിഹരിക്കപ്പെടാവുന്ന ഒരു പ്രശ്നമാണ്. അദ്ദേഹം പോയി കണ്ടു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമുള്ളൂ. ഇവരെല്ലാം അങ്ങനെയാണല്ലോ, ഈ സാമുദായിക സംഘടനകളുടെ എല്ലാം പ്രശ്നം അതാണല്ലോ. അല്ല, ഞാൻ സതീശനെ സംബന്ധിച്ച് നമ്മളൊരു വിട്ടുവീഴ്ചയ്ക്ക് വരെ നിലപാടുള്ള വ്യക്തിയാണ് സതീശൻ, കേരളത്തിലെ സമൂഹം കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് സതീശൻ അവിടെ പോയി വീണ്ടും ഒരു പ്രശ്ന പരിഹാരത്തിന് നറേഷന്റെ ഭാഗമാണ് ഇത്തരം വാചകങ്ങൾ. കാരണം ബി ഡി സതീശൻ പണ്ടും സമുദായ സംഘടനാ നേതാക്കളെ കണ്ടിട്ടുണ്ട്. അയാൾ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ഗ്രാന ക്രിസ്ത്യാനികളുടെ അതുമായി ബന്ധപ്പെട്ടൊരു സിനഡിൽ പോയി NSSന്റെ പരിപാടി, NSന്റെ അല്ലെ SNDPയുടെ പരിപാടിക്ക്, ഇങ്ങനെ പലയിടത്തും പല പരിപാടിക്ക് പോയിട്ടുണ്ട്. ഇത് നറേഷാണ്. ബി ഡി സതീശൻ സമുദായ സംഘടനകളെ കാണാത്ത ആളാണ്, അങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുക്കുന്ന നിലപാട് അങ്ങനെയല്ല, നേരത്തെയും കണ്ടിട്ടുണ്ട്. പക്ഷേ NSSന് ബി ഡി സതീശനുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ പ്രശ്നം ഇപ്പോഴും തുടരുകയാണ്, പരിഹരിക്കപ്പെടാവുന്നേ ഉള്ളൂ. അല്ല, അത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞല്ലോ, കാണാൻ വന്നാൽ തീർച്ചയായും സ്വീകരിക്കും, കാണും, സംസാരിക്കും എന്നൊക്കെ അദ്ദേഹം തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ. അതൊക്കെ ശരിക്കും ഒരു കാര്യം കൂടി, ഈ വെള്ളാപ്പള്ളിയുടെ വളരെ ക്ഷമാപൂർവ്വമുള്ള ഈ മറുപടി എങ്ങനെയാണ് പ്രമേശയുടെ കാണുന്നത്? ക്ഷമാപൂർവ്വം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ക്ഷമാപൂർവ്വം വാക്കുകൾ പ്രയോഗിക്കുന്ന വെള്ളാപ്പള്ളി. അല്ല, വെള്ളാപ്പള്ളി സാധാരണ വളരെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. കഴിഞ്ഞ 2014 ഈ 470 സഖ്യ സമയത്ത് ഇദ്ദേഹം ഇതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഈ NSSൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ വളരെ രൂക്ഷമായി പ്രതികരിക്കുകയും വെള്ളാപ്പള്ളി അല്ല സുകുമാരൻ നായർ രണ്ടാമത് പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തവണ അത് കുറച്ചുകൂടി കരുതലോടുകൂടി ഇപ്പോഴല്ലെങ്കിൽ നാളെയെങ്കിലും അദ്ദേഹത്തെ പാട്ടിലാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ പത്മഭൂഷണൊക്കെ വിഭൂഷണൊക്കെ കിട്ടിയിരിക്കുന്ന സമയമല്ലേ പത്മഭൂഷൺ, അപ്പൊ കുറച്ചുകൂടി പക്വതയോടുകൂടിയൊക്കെ പ്രതികരിക്കാം എന്ന് അതിന്റെ ബലപ്പെട്ട സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന രണ്ടുപേരാണ്. അവർ തമ്മിൽ സംസാരിക്കുന്ന കേരളമാകെ നിരീക്ഷിക്കുന്നുണ്ട്, സമുദായങ്ങൾ നോക്കുന്നുണ്ട്. നേരത്തെ അങ്ങനെ അല്ലല്ലോ. അല്ല, പക്ഷെ അല്ല, ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. തെരുവിൽ ആൾക്കാർ ഏറ്റുമുട്ടുന്ന തരത്തിലാണ് പറയുകയും ചെയ്തു. എന്നെ എത്രമാത്രം വലിച്ചു കീറിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇരുവരും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ ഇന്ന് രണ്ട് സമുദായ നേതാക്കളുടെ പ്രതികരണം വീണ്ടും കേരളം കേൾക്കുകയാണ്. അവിടെയാണ് ക്ഷമയുടെ സ്വരമുണ്ട്, അതേസമയം സംശയത്തിന്റെ ഒരു സ്വരം പെരുന്നയിൽ നിന്നും കേൾക്കുന്നുമുണ്ട്.